എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇവിടെ ഇപ്പോൾ പകൽ സമയത്ത് നല്ല വെയിലാണ്. ഒരു 10 മണിയല്ല, എനിക്കൊന്ന് ഒരു 8 മണിയൊക്കെ തൊട്ട് ഒരു 5:30 വരെ നല്ല വെളിച്ചവും നല്ല വെയിലുമാണ്. അപ്പം പകലൊക്കെ പുറത്തിറങ്ങാൻ ഭയങ്കര ഒരു പാടാ, വെയിൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞപ്പം വിചാരിച്ചു ഒന്ന് പുറത്ത് പോകാമെന്ന്. അപ്പം ഇവിടെ അടുത്ത് ലുംബിനി ഗാർഡൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. പിന്നെ അവിടെ നമുക്ക് ഇരിക്കാം. അപ്പം ഇതാണ് ആ ലുംബിനി ഗാർഡൻ്റെ ഭാഗം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ഈ ഒരു സമയത്ത് ഇവിടെ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ രണ്ട് സൈഡും ഈ മതിലിനപ്പുറം ടെക് പാർക്കാണ്. ഈ പൂക്കളുടെ മരങ്ങൾ നിൽക്കുന്ന ഭാഗം, ആ മതിലിൻ്റെ അപ്പുറം എന്ന് പറയുന്ന മാന്യത ടെക് പാർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൻ്റെ രണ്ട് സൈഡും നല്ല പോലെ മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പൂത്തിരിക്കുകയാണ്. ഇത്രയും പൂത്തിരിക്കുന്ന കഴിഞ്ഞ കൊല്ലമൊന്നും ഞങ്ങൾ ഇത്രയും പൂത്തിരിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം ഈ വഴി വരുമ്പോഴല്ലേ നമ്മളിതൊക്കെ കാണത്തുള്ളൂ. അപ്പം ഇപ്പം ഞങ്ങൾ ചുമ്മാ ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഈ സമയത്ത് ഇരുന്ന നല്ല തണുപ്പും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം ഇവിടെ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നപ്പോഴാണ് ഇതിങ്ങനെ ഇത്രയും പൂത്തിരിക്കുന്നത് കണ്ടത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗം നാഗവര ലേക്ക്, ആ ഒരു ഭാഗം ആണ് ലുംബിനി ഗാർഡൻ എന്ന് പറയുന്നത്. അവിടെ നേരത്തെ നമുക്ക് ഈ ഹൈവേയിൽ ഇറങ്ങി ആ നാഗവര ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈവേയിൽ ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോഴാണ് അതിൻ്റെ എൻട്രൻസ് പോയിൻ്റൊക്കെ. നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. എന്നുവെച്ചാൽ കോവിഡിന് മുമ്പായിട്ട്, കറക്റ്റ് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് ഇത് അടച്ചു പൂട്ടിയതാണ്, പിന്നെ തുറന്നിട്ടില്ല. അവിടെ നമുക്ക് ബോട്ടിങ് ചെയ്യായിരുന്നു, പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാനുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, കഫേകൾ, ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഈ കാണുന്ന ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ട് വന്നതാണ്. പക്ഷെ കോവിഡ് സമയത്ത് ഇതങ്ങ് അടച്ചുപൂട്ടി. ഇപ്പം ആ ഒരു ഭാഗവേ ഇല്ല, അതെല്ലാം അടച്ചുപൂട്ടി. ഇപ്പം ഇപ്പുറത്തെ വശത്ത്, ഈ ടെക് പാർക്കിന് ഓപ്പോസിറ്റുള്ള ഈ വശത്ത് ഇങ്ങനെ കുറേ ചെടികളും, കുറേ കൂടുതൽ ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ച് അവരിങ്ങനെ മരങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ ചുമ്മാ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം പോലെ ആക്കിയെടുത്തിരിക്കുകയാണ്. അപ്പം നല്ല രസമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് തിരിച്ചിങ്ങ് പോന്നു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ വീട്ടിൽ വന്ന് മേലൊക്കെ കഴുകി ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നതാണ്. കാരണം നമ്മൾ ഡിന്നറിന് എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് പോയിരുന്നത്. നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ചപ്പാത്തിക്കെല്ലാം കുഴച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയുടെ ഒക്കെ തൊലി കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇങ്ങനെ ചിക്കൻ കറിക്കകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ചിക്കൻ കറിയും ചപ്പാത്തി ആക്കാൻ ഡിന്നറിന്. അപ്പം ഉള്ളിയും തക്കാളി, നമ്മുടെ സാധാരണ ചിക്കൻ കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പിന്നെ തക്കാളി ഞാൻ പിന്നെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്, ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ഞാനൊരു ചെറിയ പൊട്ടറ്റോയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ പരിപാടിയാണ്. അപ്പം എണ്ണ ഒഴിച്ചു. അതിലേക്ക് എണ്ണ മൂത്ത് കഴിയുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും സബോളയാണ് ചേർക്കേണ്ടത്. പക്ഷേ ഇതിനെല്ലാം മുമ്പ് ഒരു കാര്യം ചേർക്കേണ്ട കാര്യം ഞാനങ്ങ് മറന്നുപോയി. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, ഇത്രയും കാര്യങ്ങൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറ്. പക്ഷേ ഇപ്പം ഞാൻ അതങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇത്രയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചു. എന്നിട്ട് ഞാനിപ്പം നമ്മുടെ സബോളയും പച്ചമുളകും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ അങ്ങനെ ഭയങ്കരമായി അങ്ങനെയൊന്നും ആക്കുന്നില്ല. ഒന്ന് വാടിയൊക്കെ വരുന്നിടം വരെ ഞാൻ ഉള്ളി വഴറ്റുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, അപ്പം ഇതെല്ലാം ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുളക് പൊടി എരിവിന് ആവശ്യത്തിന്, ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അതും ഇതുപോലെ ഒരു 1.5 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറ്റിയതിന് ശേഷം
നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം വഴറ്റുക. എന്നിട്ട് അതിനകത്തേക്ക് പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇത് 1/2 കിലോ ചിക്കനാണ്, ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ചൊരു വെള്ളം ഇറങ്ങണം. ചിക്കനകത്തെ വെള്ളം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കുറച്ച് വെള്ളം, കാരണം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രം ആയിരുന്നെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് വലിയ കറിയായിട്ട് വേണ്ടെങ്കിൽ, ഒത്തിരി വെള്ളം വേണ്ടാത്ത കറിയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് ഇറങ്ങും, ഒരു കുഴഞ്ഞ രീതിയിലിരിക്കുകയും ചെയ്യും. ഇതിപ്പം ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. പിന്നെ ഞാനൊരു കറി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് അത് അടച്ചു വെച്ച് വേവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചപ്പാത്തിയും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം കുറച്ച് ചിക്കൻ കറി ആയിട്ടാണ് വെക്കുന്നത്, അപ്പം കുറച്ച് വെള്ളം വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളത്തിൽ വെക്കുന്നത്. കുറച്ച് കൂടെ വെള്ളം വേണ്ട എന്നുള്ളവർക്ക്, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പരുവാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് വറ്റിച്ച് കളഞ്ഞാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.